ഡോഡ്ജ് ടൂളിന്റെ ഉപയോഗത്തിലൂടെ ചിത്രത്തിലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രത്തിലെ കളർഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളെ ലൈറ്റൻ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിലൂടെ ചിത്രത്തിന്റെ നില മെച്ചപ്പെടുത്താൻ സഹായിക്കുമ്പോൾ ബേൺ ടൂള് നേരെ മറിച്ച് അതിന്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചമുള്ള ഭാഗങ്ങളെ വെളിച്ചം കുറവാക്കുന്ന രീതിയിലേക്ക് ഒരു ബേണിംഗ് ഇഫക്റ്റ് ലഭിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ചിത്രം കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ചില ഭാഗങ്ങളെ വെളിച്ചം കുറഞ്ഞു കാണിക്കുന്നതിനായിട്ട് ടൂള് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം ലൈറ്റൻ ചെയ്ത് ചിത്രത്തിന്റെ നില ആവശ്യമായ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഓരോ ചിത്രത്തിനും ഓരോ ആവശ്യങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ടൂള് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ടൂള് കൊണ്ട് എന്ത് സാധ്യമാകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാകുകയും അത് വേണ്ട വിധത്തില് വേണ്ട അളവില് വേണ്ട ചിത്രത്തില് അപ്ലൈ ചെയ്യുകയും ശീലിച്ചാൽ നമുക്ക് ഇതിന്റെ ടൂളുകളുടെ ഉപയോഗം പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതിന് സ്ഥിരമായിട്ടുള്ള നിരീക്ഷണവും അപ്ലിക്കേഷൻസും വ്യത്യസ്ത ചിത്രങ്ങളിലുള്ള അപ്ലിക്കേഷൻസും വ്യത്യസ്ത എന്താ പറയുക വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്ത മോഡുകളിലും വ്യത്യസ്തമായ എക്സ്പോഷറുകളിലും ഇത് വിവിധ തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും സ്വന്തം നിലയ്ക്ക് പരിശോധിച്ച് നോക്കി അവയുടെ പ്രവർത്തനം ഇന്ന രീതിയിലായിരിക്കുമെന്ന് ഒരു പഠനത്തിലൂടെ മാത്രമേ, പരീക്ഷണത്തിലൂടെ മാത്രമേ, പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് സ്വീകരിക്കാനാവൂ. അതുകൊണ്ട് കൂടുതൽ പരീക്ഷണങ്ങൾ ഇതിൽ നിങ്ങൾ സ്വന്തം നടത്തി നോക്കുക. ബേസിക്കലി അതിന്റെ പ്രവർത്തനം നടക്കുന്നത്, ബേണിംഗ് ടൂളിന്റെ പ്രവർത്തനം നടക്കുന്നത്, ബേൺ എന്ന് പറഞ്ഞാൽ അർത്ഥം കരിയുക എന്നാണ്, കത്തുക, കരിയുക എന്നാണ്. ഒരു ബേണിംഗ് ഇഫക്റ്റ് തന്നെയാണ് ടൂളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടൂള് അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്കിവിടെ ഷേഡോ വർദ്ധിപ്പിക്കുന്നതിലൂടെ പറ്റും പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ. ഓരോ ചിത്രത്തിനും അത് വ്യത്യസ്തമായിരിക്കും. അത് സ്വന്തം നിലയ്ക്ക് പരിശീലിച്ച് നോക്കുക. അപ്പൊ അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഷേഡോ ഇടാനായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ഇവിടെ പുരികം കൂടുതൽ കറുപ്പിക്കാനായിരിക്കാം. അതിനനുസരിച്ചിട്ട് പുരികത്തിന്റെ അവിടെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ആക്കാം. ഇവിടെ പുരികത്തിന് കൂടുതലൊരു കറുപ്പ് കൊടുക്കാം, ഐലാഷസിന് കറുപ്പ് കൊടുക്കാം, ഇവിടെ കറുപ്പ്, അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിനായിട്ടാണ് ഡോഡ്ജ് ടൂൾ ഉപയോഗിക്കാം. ധാരാളമായിട്ട് പരിശോധിച്ച് നോക്കിയോ. ഇവിടെ ചുണ്ടിന്റെ ഇവിടെ താഴത്തായിട്ട് ചെറിയൊരു ഷേഡോ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു. ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ടാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി വ്യത്യസ്ത ചിത്രങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് പരിശീലിക്കും. സ്പോഞ്ച് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിത്രത്തിലെ കളറുകളെ ഈ വെള്ളം മുക്കി നനച്ച തുണി കൊണ്ട് തുടയ്ക്കുന്നത് പോലെയുള്ള ഒരു ഇഫക്റ്റിൽ നീക്കി കളയാവുന്നതാണ്. ഇങ്ങനെ നീക്കുമ്പോൾ വെളുത്ത കളറിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഡാർക്ക് കളറിലേക്ക്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്കെന്ന് കൃത്യമായി പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ചിത്രം പതുക്കെ നീങ്ങുന്നത് കാണാം. ഇത് അതിന്റെ ഫ്ലോ, അതിന്റെ പ്രഷർ, അതുപോലെ തന്നെ അതിന്റെ മോഡ്. ഡിസാച്ചുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നീക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ചില ഭാഗങ്ങളെ നമുക്കിതുപോലെ ഡിസാച്ചുറേറ്റ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നീക്കാനും അതുപോലെ തന്നെ സാച്ചുറേറ്റ് ചെയ്തുകൊണ്ട് കളറിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് കളറിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. ഇതിന്റെ പ്രഷർ, ഫ്ലോ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചു സെലക്ഷൻ നടത്തിക്കൊണ്ട് ആവശ്യമായ ഏരിയയെ കൺട്രോൾ ചെയ്തുകൊണ്ടും ഉപയോഗിക്കാം. ഡോഡ്ജ് ടൂൾ ഉപയോഗിക്കുന്ന വിധമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഡോഡ്ജ് ടൂൾ സെലക്ട് ചെയ്യുന്നതിനായിട്ട് ടൂൾ ബാറിലെ ഇവിടെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ O എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഡോഡ്ജ് ടൂള് 3 വ്യത്യസ്ത റേഞ്ചുകളിലാണ് വർക്ക് ചെയ്യുന്നത്. 1 മിഡ് ടോൺ, 2 ഷേഡോസ്, 3 ഹൈലൈറ്റ്സ്. ഇങ്ങനെ 3 വ്യത്യസ്തമായ തലങ്ങളിലാണ് പ്രധാനമായിട്ടും ഡോഡ്ജ് ടൂള് വർക്ക് ചെയ്യുന്നത്. ഇത്
ഡോഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ കോൺട്രാസ്റ്റ് വർദ്ധിപ്പിക്കുകയും വ്യത്യാസപ്പെടുത്തുകയാണ് ഡോഡ്ജിലൂടെ ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കാണുന്നത് മിഡ് ടോൺസ് ആണ്. മിഡ് ടോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റും ഷെയ്ഡും കൂടി നിൽക്കുന്ന ചില ഇടങ്ങൾ ഉണ്ടായിരിക്കും ചിത്രത്തിൽ. അവയെ അതിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ്. ഡോഡ്ജ് ടൂളിന്റെ ഉപയോഗത്തെ സെലക്ഷൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, ഇന്ന ഇടത്ത് മാത്രം ഡോഡ്ജ് ടൂൾ മതി എന്നുള്ളതിന് വ്യത്യാസപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് മാത്രമായിട്ട് നിൽക്കുന്ന ചില ഇടങ്ങളെ നമുക്ക് ഡോഡ്ജ് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഇവിടെ കഴുത്തിന്റെ താഴത്തായിട്ട് ഡോഡ്ജ് ചെയ്യുമ്പോൾ അവിടെയുള്ള കളറ് ഡോഡ്ജ് ചെയ്ത് അതിന്റെ കോൺട്രാസ്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ചില ഇടങ്ങളിലെ കോൺട്രാസ്റ്റ് പ്രധാനമായിട്ടും വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആയിട്ടുള്ള ഭാഗത്താണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഷെയ്ഡ് മാത്രമുള്ള ഭാഗത്ത്, അതായത് ഷാഡോസ് അല്ലെങ്കിൽ ബ്ലാക്ക്നെസ് കൂടുതലുള്ള, കളർ കോൺട്രാസ്റ്റ് കുറച്ചുകൂടി ഡാർക്കായി കാണുന്ന ഇടങ്ങളിലാണ് ഷാഡോസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പോഷ്യർ, അതായത് ഇത് ചിത്രത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇതിന്റെ പ്രഷർ, അതായത് അതിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് എക്സ്പോഷ്യർ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡോഡ്ജിങ് സംവിധാനം ചിത്രത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ തീവ്രത കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും എക്സ്പോഷ്യർ ഉപയോഗിക്കാം. കൂടുതൽ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ കൂടുതൽ പെട്ടെന്ന് എക്സ്പോഷ്യർ ആവുകയും കുറവാകുമ്പോൾ കുറഞ്ഞു വരുന്നു. ഈ കാണുന്ന എയർ ബ്രഷ് സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിടത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നതിലൂടെ അതിന്റെ ആവശ്യാനുസരണം ആ ഭാഗത്ത് ആപ്ലിക്കേഷൻ സ്വീകരിക്കാവുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നതിലൂടെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ അവിടെ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി മറ്റൊരു സംഗതിയാണ് ഈ കാണുന്ന ഹൈലൈറ്റ്. ഹൈലൈറ്റിലൂടെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള കുറേ കൂടി വെളിച്ചം നിലനിൽക്കുന്ന ചിത്രഭാഗങ്ങളെ കോൺട്രാസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചിത്രത്തെ വിവിധ ഭാഗങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡോഡ്ജിങ് കൊടുത്തുകൊണ്ട് നമുക്ക് ചിത്രത്തിന്റെ നില മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെയൊക്കെ കണ്ടോ, ധാരാളം പരീക്ഷണങ്ങളിലൂടെയാണ് കൂടുതൽ സ്വന്തമായി കണ്ടെത്തലുകൾ നടത്തുക.